നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം എടുത്താൽ അതിലൊന്ന് ഹിജാബുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ജയ്പൂരിൽ നിന്നാണ് ഒരു കേസ് ഉയർന്നു വന്നിരിക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കുന്ന ആദ്യത്തെ രാജ്യമല്ല ഇന്ത്യ എന്ന് നമുക്കറിയാം. പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുകയോ നിഖാബ് ധരിക്കുകയോ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിരോധിച്ചിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ മാത്രമേ മറ്റ് രാജ്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, പുരോഗതിയുടെ പാതയിലാണ് എന്നും നമ്മളിപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ എത്ര പിന്നോട്ടാണ് നടക്കുന്നത് എന്നും മനസ്സിലാവുകയുള്ളൂ. 2011 ജൂലൈയിലാണ് ബെൽജിയം എന്ന രാജ്യം ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഒരു വർഷത്തിന് ശേഷം മാത്രമാണ് ഈ നിയമത്തിനെതിരെ ഒരു ഹർജി പോലും ആ രാജ്യത്ത് വന്നത്. എന്നാൽ കോടതി ഈ ഹർജി തള്ളുകയും ചെയ്തു. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇതിലില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ബെൽജിയത്തിലെ കോടതി ഇക്കാര്യം തള്ളിയത്. 2011 ഏപ്രിൽ 11 ഫ്രാൻസിലും ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. നോർവേയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുന്നതിന് ഇതിനോടകം തന്നെ നിരോധനമുണ്ട്. സ്പെയിനിൽ ദേശീയ തലത്തിലല്ല എങ്കിൽ പോലും ബാഴ്സലോണ നഗരത്തിലും മറ്റും അല്ലെങ്കിൽ മുനിസിപ്പൽ പോലുള്ള ചില ഇടങ്ങളിൽ പൂർണ്ണമായും മുഖം മറയ്ക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക നിഖാബ് ധരിക്കുന്നതിനും അവിടെ നിരോധനമുണ്ട്. 2018 ജൂണിലാണ് നെതർലാൻഡ്സ് നിഖാബ് നിരോധിച്ചത്. 2015 ബുർഖ ധരിച്ച നിരവധി ആഫ്രിക്കൻ സ്ത്രീകൾ വലിയ സ്ഫോടനങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. ഈ സംഭവത്തെ തുടർന്നാണ് ചാഡ്, കാമറൂണിന്റെ വടക്കൻ മേഖല, നൈജറിലെ ചില പ്രദേശങ്ങൾ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. നിലവിലാവട്ടെ സിറിയ, ഈജിപ്റ്റ് തുടങ്ങി നിരവധി മുസ്ലിം രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ മുഖം മറയ്ക്കുന്നതിന് സമ്പൂർണമായ നിരോധനം നിലനിൽക്കുന്നുണ്ട്. കോസ്വോയിലെ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ പോലും സാധിക്കുകയില്ല. ഇത് കൂടാതെ ടുണീഷ്യ, അസർബൈജാൻ, ലെബനൻ, സിറിയ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയും ഹിജാബ് സംബന്ധിച്ച് കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പകുതിയിലേറെ രാജ്യങ്ങളും മുസ്ലിം മത നിയമങ്ങൾ പിന്തുടരുന്ന അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവരൊക്കെ മതത്തെ എവിടെ നിർത്തുന്നു അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയെ എവിടെ നിർത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ രാജ്യങ്ങളിലൊക്കെയും സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട്, തൊഴിലിടങ്ങളിൽ അവർ സജീവമാണ്, അങ്ങനെ ഏറെ ദൂരം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലും മറ്റും ഇത് ധരിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ എന്തുമാകാം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ വരുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും ഈ രാജ്യത്ത് അരങ്ങേറുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലും മറ്റും ഈ ഹിജാബിലൊക്കെ വലിയ വിട്ടുവീഴ്ചകൾ അത് മുസ്ലിം രാജ്യങ്ങൾ പോലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.